ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ശരീരമൊക്കെ മെലിഞ്ഞിരിക്കുന്നവർക്ക് ശരീരം പെട്ടെന്ന് വണ്ണം വയ്ക്കാനും അതുപോലെ ബ്ലഡ് കുറവുള്ള ആളുകൾക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഈത്തപ്പഴമാണ്. അപ്പോൾ ഈത്തപ്പഴം ഞാനിതാ കുറച്ചുണ്ട്, അത് ഇത്രയും എടുക്കണില്ല, ഞാനൊരു പകുതി എടുക്കണുള്ളൂ. ഒരു 250 ഗ്രാം ഈത്തപ്പഴം എടുക്കണുള്ളൂ. അത് ഞാൻ കുരുവൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് 1-2 സ്പൂൺ മുഴുവനായിട്ടും ഗീ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 100 ഗ്രാം ബദാം, 100 ഗ്രാം പീനട്ട്, 50 ഗ്രാം കാഷ്യൂനട്ട്, 50 ഗ്രാം റൈസിൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു ടേസ്റ്റിനും ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഇത്തിരി ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ബൗളിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെറിയ ജാറാണ്, അപ്പോൾ ഞാനൊരു 2-3 തവണയ്ക്കായിട്ട് പൊടിച്ചെടുക്കുകയാണ്. വലിയ ജാറാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുരു കളഞ്ഞ് വെച്ച ഈത്തപ്പഴം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇതിൽ നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കണം. കറുത്തതോ വെളുത്തതോ ആയിട്ടുള്ള എള്ള് ഒരു 2 സ്പൂൺ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ, ഇനിയിപ്പോൾ ലഡുവിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ ഉരുട്ടിയിട്ട് വയ്ക്കാം. അതല്ല ഈ പൗഡർ രൂപത്തിലാണെങ്കിലും അങ്ങനെ കഴിക്കാം. പിന്നെ പറയാച്ചാൽ നമ്മൾ വണ്ണം വയ്ക്കാൻ വേണ്ടി എന്ത് പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു 10-15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിക്കണം. എന്നാലേ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇതാണെങ്കിൽ 10 ദിവസമൊക്കെ അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ ഈത്തപ്പഴവും എള്ള്, ഈത്തപ്പഴം, പീനട്ട് അങ്ങനെ എന്താ കയ്യിൽ കിട്ടണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് 1-2 വെച്ചിട്ട് അങ്ങനെ കഴിച്ചു പോവുക. ഞങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ വണ്ണമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം ഞാൻ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മരുന്നൊക്കെ കഴിച്ച് പോകുന്ന ഒരാളാണ്. ഇതിപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇത് ഉറപ്പായിട്ട് ഞാനും കഴിക്കും. കാരണം ബ്ലഡൊക്കെ കൂടാൻ നല്ലതാണ്. പോരാത്തത് എന്താ, ഞാൻ ലയൺ ഡേറ്റ് സിറപ്പ് പാലിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാറുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ ഇത് നല്ലൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. പുറത്തോ ഫ്രിഡ്ജിലോ എവിടെ വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ, ബൈ.